റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഒരു ദിവസം ഇന്നി ലഅലമു ഇദാ കുൻതി അന്നി റാദിയ വ ഇദാ കുൻതി അലയ്യ ഗദ്ബ. മനുഷ്യരുടെ മനസ്സുകളുടെ അവസ്ഥകളെ അറിയാൻ പറ്റുന്ന വിധം ഒരു മനുഷ്യന്റെയും മനസ്സിന് വേദനയുണ്ടാകാത്ത വിധം മനുഷ്യരുടെ വികാര വിചാരങ്ങളെ, തോന്നലുകളെ, അവസ്ഥകളെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയും റസൂലുള്ളാഹി തങ്ങളും എന്തെങ്കിലും സംസാരത്തിനിടയിൽ, ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അപ്പൊ ഇടക്കിടക്ക് പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. കുച്ച് റൂഠി ബിഹോ കുച്ച് ശിക്കായത്ത് ബിഹോ, ചിലപ്പോൾ കുറച്ച് പരാതികൾ ഉണ്ടാകും, പിണക്കങ്ങൾ ഉണ്ടാകും. റൂഠന എന്ന ഉറുദുവിൽ പറയുമ്പോൾ പിണങ്ങുക എന്നാണ്. കുച്ച് റൂഠി ബിഹോ കുച്ച് ശിക്കായത്ത് ബിഹോ റൂഠനെ മേ മസാ സിയാദാ ഹൈ. പിണക്കങ്ങളിൽ സ്നേഹം കൂടുതലുണ്ടാകുന്ന പറയാ. കൂടുതലില്ലെങ്കിൽ പിണങ്ങാൻ പോണ്ടേ. പിണക്കങ്ങൾ ചിലപ്പോഴേ പരസ്പരം തെറ്റിദ്ധാരണ കൊണ്ടോ ധാരണ പിശക് കൊണ്ടോ ഒക്കെ സംഭവിക്കാം. അപ്പൊ തങ്ങളും ബീവി റളിയല്ലാഹു അൻഹയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ ആയിഷ ബീവിക്ക് ദേഷ്യം വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ തങ്ങൾ പറഞ്ഞു, ബീവി എനിക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുള്ളത് എപ്പോഴാണ് ദേഷ്യമില്ലാത്തത് എന്ന്. സ്വഹീഹ് മുസ്ലിമിൽ റിവായത്ത് ചെയ്യപ്പെട്ട വളരെ സ്വഹീഹായ ഹദീസാണിത്. ഇതിന്റെ വല്ലാത്തൊരു അത്ഭുതം, ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിൽ പരസ്പരം സെന്റിമെന്റ്സുകൾ അറിയണം എന്ന് പറയും, അല്ലെങ്കിൽ ഇമോഷൻസ് റീഡ് ചെയ്യാൻ കഴിയണം, ഭാവങ്ങളെ, തോന്നലുകളെ, ധാരണകളെ മനസ്സിലാക്കാൻ കഴിയണമെന്നാണ്. അപ്പം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളോട് ചോദിച്ചു, നബിയേ, എന്താണ്, എങ്ങനെയാണ് അങ്ങേക്കത് അറിയുന്നത്? അപ്പൊ പറഞ്ഞു, ഞാനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ചർച്ച നടക്കുമ്പോ അല്ലെങ്കിൽ വാദിക്കുമ്പോഴേ നിങ്ങളുടെ വാദം ശരിയാണ് എന്ന് പറയാൻ വേണ്ടി ബീവി നിങ്ങൾ പറയും, ലാ വറബ്ബി മുഹമ്മദിൻ, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി തങ്ങളുടെ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ചിലപ്പോ നിങ്ങൾ പറയും, ലാ വറബ്ബി ഇബ്രാഹിം, അല്ല, ഇബ്രാഹിം നബിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ഞാനിവിടെ മുമ്പിലുണ്ടായിരിക്കെ എന്റെ പേര് പറയാതെ വല്ലിപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞ് ഇബ്രാഹിം നബിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ പറഞ്ഞതാ ശരി എന്നൊക്കെ ആയിഷ ബീവി നിങ്ങൾ പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരിച്ചിരി റിസെന്റ്മെന്റ്സ്, ഒരു ചെറിയൊരു വെറുപ്പ് എന്നതിനെ പറയാൻ പാടില്ല. ആയിഷ ബീവിക്ക് തങ്ങളോട് വെറുപ്പൊന്നുമില്ല, എന്നാലും ഒരു ദേഷ്യം ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു അമർഷം വന്നിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലാണെങ്കിലും നിങ്ങൾ പറയും, ലാ വറബ്ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി തങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. നമുക്ക് അള്ളാഹുവിനെ, റബ്ബ് തആലയോ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയോ വെച്ച് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. എന്റെ കുട്ടീനെ തന്നെ സത്യം എന്ന് പറയാൻ പാടില്ല, ഉമ്മാനെ തന്നെ സത്യം അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച്, റബ്ബ് തആലയുടെ സിഫത്തുകളെ സംബന്ധിച്ചോ അത് വെച്ചുകൊണ്ടേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഏതായിരുന്നാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പൊന്നാര നബിയെ, ആ പറഞ്ഞത് വളരെ ശരിയാണല്ലോ. ലാ അഹ്ജുറു ഇല്ലാ ഇസ്മക്, എനിക്ക് ദേഷ്യം വന്നാൽ അങ്ങയുടെ പേര് ഞാൻ അവിടെ പറയില്ല, അത്രയേ ഞാൻ ചെയ്യാറുള്ളൂ, അതിലുപരി ഞാൻ ഒന്നും ചെയ്യാറില്ല. അത് അങ്ങ് മനസ്സിലാക്കിയല്ലേ നബിയെ. എന്നാൽ ഇവിടെ മുതൽ, ഇന്ന് മുതൽ ഞാൻ ആ പരിപാടി നിർത്തി, ഞാൻ അങ്ങനെ പറയൂല. എപ്പോഴും ലാ വറബ്ബി മുഹമ്മദിൻ, അല്ലല്ല, ഞാൻ പറഞ്ഞതാണ് ശരി, മുഹമ്മദ് നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ ഇനി അങ്ങനെ പറയുള്ളൂ, ഇനി മുതൽ അങ്ങയുടെ പേര് പറയാതിരിക്കുന്നത് പോലും ഞാൻ ചെയ്യില്ലെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. ഒന്ന്, ദേഷ്യപ്പെടുമ്പോഴേ ഒന്നും മിണ്ടാതിരിക്കുക എന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. ദേഷ്യപ്പെടുമ്പോൾ മിണ്ടാതിരിക്കുക, അവിടെ നിന്ന് എണീറ്റ് പോരാ, അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക. ദേഷ്യം വരുമ്പോ പലതും നമ്മൾ ചെയ്തു പോകും, പറഞ്ഞു പോകും.
ചിലതൊക്കെ പിന്നീട് ഖേദിക്കേണ്ടി വരും. ആ നേരത്തെ പറഞ്ഞു പോകുന്ന വാക്കുകളുടെ അതിൻ്റെ ഭാരവും അതിൻ്റെ ആഴവും മുറിവും അതിൻ്റെ നോവലുമൊക്കെ മാറ്റിയെടുക്കാൻ ഒരുപാട് കാലം വേണ്ടി വന്നേക്കും. അപ്പോൾ ആണുങ്ങളെ, പെണ്ണുങ്ങളെ, സഹോദര സഹോദരിമാരെ, ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നത് പുണ്യനബിക്ക് ഇഷ്ടമല്ലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെപ്പോഴും നമ്മുടെ എഴുത്തുകളിൽ, സോഷ്യൽ മീഡിയയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ശരിക്കും ദീൻ ആദ്യം പഠിക്കണം. ദീൻ പഠിച്ചിട്ടാണ് പിന്നെ ബാക്കി ആവേശങ്ങളൊക്കെ കാണിക്കേണ്ടത്. ദീൻ മാത്രം പഠിച്ചിട്ടില്ല, ബാക്കിയെല്ലാം പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് അങ്ങനെ എഴുതാണ്. നമുക്കങ്ങനെ എഴുതാൻ പാടില്ല. നമുക്കവിടെ അച്ചടക്കം പാലിക്കണം, കുറച്ച് ഡിസിപ്ലിൻ പാലിക്കാനുണ്ട്. നമുക്ക് തോന്നിയതൊന്നും പറയാനോ എഴുതാനോ അള്ളാഹു അനുവാദം തന്നിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും എന്തൊക്കെ ദേഷ്യപ്പെടാനുണ്ട്, എന്തൊക്കെ പറയാനുണ്ട്, പറയാൻ പാടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ പുണ്യനബി തങ്ങളുടെ ഇടപെടൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം അതാണ്. മനുഷ്യരുടെ അഭിമാനം വലുതാണ്. ബഹ്റൈൻ എന്ന പേരുള്ള ഇന്നത്തെ സൗദി അറേബ്യയിലെ അഹ്സാ എന്ന് പറയുന്ന പ്രദേശം, പഴയ കാലത്തെ ബഹ്റൈൻ എന്നാണ് പറയാ. ഇന്നത്തെ ബഹ്റൈൻ അന്നില്ല. അന്ന് ബഹ്റൈൻ ഉണ്ട്, അത് ഇപ്പോഴത്തെ അഹ്സാ ആണ്. അവിടെ നിന്ന് മഹാനായ സ്വഹാബി അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണകൂടത്തെ അവിടെ നിന്ന് മഹാനായ ഹബീബിന്റെ കാലത്ത് സമ്പത്തുമായി കടന്നു വന്നപ്പോ, അവിടെ നിന്ന് സക്കാത്തുമായി കടന്നു വന്നപ്പോ, സ്വതക്കകളുമായി കൊണ്ടുവന്നപ്പോ, മദീന പള്ളിയുടെ ഉള്ളിലെന്ന സ്വഹാബികൾ സുബഹി നിസ്കാരത്തിന് തിക്കും തിരക്കുമായിരുന്നു. പൈസ വന്നിട്ടുണ്ട്, സമ്പത്ത് വന്നിട്ടുണ്ട്, പട്ടിണി മാറാറായിട്ടുണ്ട്. ബഹ്റൈൻ എന്ന് അന്ന് വിളിക്കുന്ന അഹ്സാ, ഇന്നത്തെ അഹ്സാ, ഒരുപാട് മുതലാളിമാരുള്ള നാടാണ്. അപ്പൊ സമ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സക്കാത്ത് എത്തിയിട്ടുണ്ട്. സക്കാത്തിന്റെ അർഹരായ സ്വഹാബിമാർ ഹബീബിന്റെ പള്ളിയിലേക്ക് ഓടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുഖഭാവങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. സ്വഹാബിമാർ തങ്ങളോട് എന്തെങ്കിലും പറയുന്നതിന്റെ മുമ്പ് അവർക്ക് വേണമെങ്കിൽ പറയാം, നബിയെ, അബൂ ഉബൈദ തങ്ങൾ ഇന്നലെ വന്നു എന്ന് ഞങ്ങൾ കേട്ടല്ലോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, തരാനുണ്ടോ നബിയെ എന്ന് ഹബീബിനോട് ചോദിക്കാം. പക്ഷേ തങ്ങൾ അവരത് ചോദിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ ഒരൽപ്പം അഭിമാനത്തിന് കുറവ് വരുന്ന വിഷയമാണ്. അതുകൊണ്ട് പുണ്യനബി സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് നിന്നു. ഒരാമുഖവുമില്ല. അദുന്നുക്കും, ഞാൻ മനസ്സിലാക്കുന്നു, അന്നക്കും സമിഅ്തും അന്ന അബൂ ഉബൈദ ഖദിമ മിനൽ ബഹ്റൈൻ, അബൂ ഉബൈദ ബഹ്റൈനിൽ നിന്ന് ഇന്നലെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, അജൽ യാ റസൂലല്ലാഹ്, അതേ നബി, അതേ നബി, ഞങ്ങൾ അറിഞ്ഞു. അവരത് ചോദിക്കാൻ മടിയുണ്ടാവും. അപ്പൊ തങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അറിഞ്ഞല്ലേ? ഫഅബ്ശിറൂ വഅമ്മിലൂ മാ യസുറുക്കും, അതുകൊണ്ട് സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് സന്തോഷമുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് സന്തോഷിപ്പിച്ചു തരാം. ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നുപെടുമോ എന്നല്ല ഞാൻ പേടിക്കുന്നത്, നിങ്ങളുടെ കൈകളിലേക്ക് സമ്പത്ത് ധാരാളമായി വരികയും ആ സമ്പത്തിന്റെ പിറകിൽ നിങ്ങൾ നെട്ടോട്ടം ഓടുകയും മത്സരിക്കുകയും ചെയ്യുമോ? അങ്ങനെ മുൻഗാമികൾ നശിച്ചുപോയ പോലെ സമ്പത്തിന്റെ പിറകിൽ നടന്ന് നിങ്ങൾ നശിച്ചു പോകുമോ? ചിന്തയും കഴിവുകളും അറിവും ജ്ഞാനവും ഇതെല്ലാം ഉപയോഗിക്കേണ്ടതിന് പകരം സമ്പത്തിന്റെ പിറകിൽ മാത്രം നടന്ന് നിങ്ങളുടെ സംസ്കാരം ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഈ സുബ്ഹി നിസ്കാരത്തിന്റെ സംസാരത്തിലാണ്. സ്വഹാബിമാർ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു. അവർക്ക് കിട്ടേണ്ടത് പൈസയായിരുന്നു, ദാരിദ്ര്യം കൊണ്ടാണ്, പ്രയാസം കൊണ്ടാണ്. പക്ഷേ അവരത് ചോദിക്കുന്നത് പോലും നബി തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിന്റെ ചിന്തകളെ നബി തങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ രസകരമായ ചരിത്രമുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടതായിരിക്കാം. രണ്ട് കൂട്ടുകാർ, അവരും മിഖ്ദാദ് എന്നവരും മദീനയിലേക്ക് വന്നിരിക്കുകയാണ്.
وقد ذهبت أسماعنا وأبصارنا من الجهد. ക്ഷീണിച്ചിട്ട് കണ്ണും കാതും വർക്ക് ചെയ്യുന്നില്ല. പറഞ്ഞാൽ കണ്ണും കാണുന്നില്ല, കേൾക്കുന്നില്ല, വിശപ്പ് കൊണ്ട്. മദീനയിൽ വന്നു. فجعلنا نعرض أنفسنا على أصحاب رسول الله. സ്വഹാബിമാരെ കണ്ട് മദീനയിൽ അവരോടൊക്കെ ചോദിച്ചു, ഞങ്ങൾക്ക് ഭക്ഷണമുണ്ടോ, ഞങ്ങൾക്ക് വെള്ളമുണ്ടോ, ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഒരു ഇടം തരുമോ? ആരും അവരെ സ്വീകരിക്കുന്നില്ല. فأتينا النبي صلى الله عليه وسلم. അഭയമില്ലാത്തവർക്ക് അഭയമായ ഒരാൾ അവിടെയുണ്ട്, പേടിയുള്ളവർക്ക് അഭയം നൽകാൻ ഒരാൾ അവിടെയുണ്ട്. جاءت إليه حمامة مشتاقة تشكو إليه بقلب صب واجف من أخبر الورقاء أن مقامكم حرم وأنك ملجأ للخائفين. ഓടി വന്ന മാടപ്രാവ്, പേടിച്ചു വന്ന മാടപ്രാവ് തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് സഹിക്കാൻ കഴിയാതെ ഹബീബേ അങ്ങയുടെ അരികത്ത് വന്ന് പരാതി പറഞ്ഞല്ലോ നബിയേ. ജാഅത് ഇലൈഹി ഹമാമത്തുൻ മുഷ്താഖത്തൻ തഷ്കൂ ഇലൈഹി ബിഖൽബി സുബ്ബിൻ വാജിഫി. ഹൃദയത്തിൽ ഒരു ഉമ്മയായി തന്റെ കുഞ്ഞുങ്ങളോടുള്ള അടക്കാത്ത സ്നേഹമുള്ള ഒരു മാതൃഹൃദയവുമായി പുണ്യനബിയോട് പരാതി പറയാൻ വന്ന ഒരു പ്രാവിന്റെ കഥയുണ്ട്. സ്വഹാബിമാർ ആ പ്രാവിന്റെ കുഞ്ഞുങ്ങളെ എടുത്ത് കൊണ്ടുവന്നപ്പോ من أخبر الورقاء أن مقامكم حرم وأنك ملجأ للخائفين. ആയിരത്തോളം വരുന്ന സ്വഹാബിമാർ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രാവിന്റെ 2 കുഞ്ഞുങ്ങളെ 2 സ്വഹാബിമാർ പിടിച്ചു കൊണ്ടുവന്നത്. 1000 ആളുകൾ നടന്നു പോകുന്ന മാർച്ചിനിടയിൽ ആരാണാവോ ആ പ്രാവിനോട് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഹബീബായ റസൂലായ അങ്ങയോടാണ് പരാതി പറയേണ്ടത് എന്ന് ആര് പ്രാവിനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു? കാരണം മറ്റാരുടെയും അരികത്ത് പോകാതെ ഹബീബിന്റെ അരികത്ത് വന്നുകൊണ്ടാണ് ആ ഹമാമ, ആ പ്രാവ് പരാതി പറഞ്ഞത്. ആരോടൊക്കെ പറയാമായിരുന്നു? جاءت إليه حمامة مشتاقة تشكو إليه بقلب صب واجف من أخبر الورقاء أن مقامكم حرم وأنك ملجأ للخائفين. പേടിക്കുന്നവർക്ക് അഭയമാണ് നബിയേ അങ്ങ് ഹറമാണ്, സുരക്ഷിതമായ അള്ളാഹുവിന്റെ പ്രൊട്ടക്റ്റഡ് സാങ്ച്വറിയാണെന്ന് ആരാണാവോ ഈ പ്രാവിനോട് പറഞ്ഞു കൊടുത്തത് എന്ന് കവി ചോദിക്കുന്നു ഹബീബായ നബി തങ്ങളെ കുറിച്ച്. അവരായിരുന്നു നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅതൈനാ റസൂലല്ലാഹ്, ഞങ്ങൾ ഹബീബിന്റെ അരികത്ത് വന്നുവല്ലോ, തങ്ങളോട് പറഞ്ഞു നബിയേ ആരും അഭയം തരാൻ കൂട്ടാക്കുന്നില്ല, ആരെക്കൊണ്ടും ആവുന്നില്ല. ഞാനും എൻ്റെ 2 കൂട്ടുകാരും മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് അഭയം തരണം നബിയേ. സമ്മതം, നിങ്ങൾ എൻ്റെ അതിഥികളാണ്, നിങ്ങൾക്ക് ഭക്ഷണം ഇതാ 3 ആടുകൾ നമുക്കുണ്ട്. ആ ആടുകളുടെ പാല് കറന്നു വെച്ച് നമ്മൾ 4 പേരായി ഓഹരി വെക്കും, ഓരോരുത്തരും ഓരോ കപ്പ് പാല്. രാത്രി അതാണ് ഭക്ഷണം, ഉച്ചക്കും അത് തന്നെയാണ്. ധാരാളം മതി നബിയേ, ഞങ്ങൾക്ക് സന്തോഷമായി. ഫകുന്നാ നഹ്തലിബു ഫയശ്റബു കുല്ലു ഇൻസാനിൻ നസീബ, ഞങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഓഹരി വെച്ച പാല് തന്നെ കുടിക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അരികത്തേക്ക് പിശാച് കടന്നു വന്നു എന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. മറ്റൊന്നുമല്ല, രാത്രി വിശക്കുന്നുണ്ട്, ഹബീബിന്റെ 1 കപ്പ് പാല് അടുക്കളയിൽ തന്നെ കിടക്കുന്നു. നബി തങ്ങൾ ഇതുവരെ വന്നിട്ടില്ല, സമയം വൈകിയല്ലോ, ഇനി ഹബീബ് വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരുന്നത്.
എന്റെ 2 കൂട്ടുകാർ മദീന പള്ളിയിൽ കിടക്കുകയാണ്. ഞാനാണെങ്കിലോ ഹബീബിന് എടുത്തു വെച്ച പാല് എനിക്ക് കുടിക്കണം എന്ന ആഗ്രഹത്തിൽ എന്റെ മനസ്സിൽ പിശാച് പലതും പറഞ്ഞു. നബി തങ്ങൾ അൻസ്വാരികളുടെ വീട്ടിലേക്കല്ലേ പോയത്? അവര് ഭക്ഷണം കൊടുക്കുന്നവരാ, അവര് നബി തങ്ങളെ സൽക്കരിക്കുന്നവരാണ്. അതുകൊണ്ട് പുണ്യ നബി ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരുന്നത്. പിശാച് പറഞ്ഞ് മിഖ്ദാദ് എന്നവർ ഹബീബിന്റെ പാല് കുടിച്ചു റളിയല്ലാഹു അൻഹു. തങ്ങൾക്ക് വേണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് മനസ്സിനുള്ളിലേക്ക് സങ്കടം കടന്നു വരുന്നത്. ഹബീബായ നബി തങ്ങളെങ്ങാനും വിശന്നുകൊണ്ടാണ് വരുന്നതെങ്കിൽ ആ പാലിന്റെ 1 കപ്പ് പാല് നബി തങ്ങൾക്ക് വേണമെന്നിരിക്കെ ഞാനത് കുടിച്ചു തീർത്തു കഴിഞ്ഞല്ലോ. ഇനി ഹബീബായ നബി തങ്ങളെങ്ങാനും വരികയാണെങ്കിൽ എന്നോട് നബി തങ്ങൾ പിണങ്ങുമോ? എന്നോട് ദേഷ്യം തോന്നുമോ? എനിക്കെതിരെ പ്രാർത്ഥിക്കുമോ? വൈഹക യാ മിഖ്ദാദ്, മിഖ്ദാദേ നീ എന്ത് ചെയ്തുവെന്ന് എന്റെ ശരീരം എന്നോട് ചോദിക്കാൻ തുടങ്ങി. വൈഹക് മാദാ സനഅത് അശരിബ്ത ശറാബ മുഹമ്മദിൻ, ഹബീബായ നബി തങ്ങളുടെ ഭക്ഷണമല്ലേ നീ കഴിച്ചത് എന്ന് സ്വന്തം ശരീരം ചോദിക്കാൻ തുടങ്ങി. ഇതാ ഹബീബായ നബി തങ്ങൾ വരുന്നു. ഹബീബായ നബി തങ്ങൾ ഫയദഉ അലൈക്, എന്റെ ശരീരം എന്നോട് പറയാൻ തുടങ്ങി, നബി തങ്ങൾ നിനക്കെതിരെ ദുആ ചെയ്യും. ഫതഹ്ലിക, അങ്ങനെ മിഖ്ദാദേ നിങ്ങൾക്ക് നാശം സംഭവിക്കും. ഫതദ്ഹബു ദുനിയാക വആഖിറതുക, ഞാൻ പേടിച്ചു, വല്ലാതെ പേടിച്ചു. വേണ്ടായിരുന്നു, 1 കപ്പ് പാലല്ലേ, ഞാൻ കുടിക്കേണ്ടതില്ലായിരുന്നു. വല്ലാത്ത സങ്കടായി. ഹബീബായ നബി തങ്ങൾ വരുമ്പോൾ ഉറങ്ങിയതുപോലെ കിടക്കാം. ഹബീബായ നബി തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു മഹത്വം ഇവിടെ കാണാൻ കഴിയും. മിഖ്ദാദ് എന്നവർ പറയുന്നു, അലയ്യ ശംല ഇദാ വളഅതുഹാ അലാ ഖദമി ഖറജ റഅസി, എനിക്കൊരു പുതപ്പുണ്ട്, കാല് പുതച്ചാൽ തല പുറത്ത്, തല മറച്ചു കഴിഞ്ഞാൽ കാല് പുറത്ത്. ഞാൻ തലയും മൂടി ഒരു കിടത്തം കടന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഹബീബ് വരുന്നത് ഞാൻ കാത്തിരിക്കുകയാണ്. നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരിക എന്ന പ്രതീക്ഷയിൽ ഹബീബിന്റെ പാല് കുടിച്ചിട്ടാണ് മിഖ്ദാദ് എന്ന നബിയുടെ അതിഥി പരിശുദ്ധ പള്ളിയിൽ കിടക്കുന്നത്. തങ്ങൾ കടന്നു വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസല്ലമ കമാ കാന യുസല്ലിം, ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം പറയുന്ന ഹബീബ് ثم أتى المسجد, സലാം പറഞ്ഞു, പള്ളിയിൽ കയറി. ഫസ്വല്ലാ, മസ്ജിദിൽ 2 റക്അത്ത് ഹബീബ് നിസ്കരിച്ചു. പുണ്യനബി പാല് കുടിക്കുന്നിടത്തേക്ക്, പാല് വെച്ചിടത്തേക്ക് പോകുന്നത് മിഖ്ദാദ് എന്നവർ അറിയുകയാണ്. നബി തങ്ങൾ സലാം പറഞ്ഞ ഒരു മഹത്വമുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഉണരാതെ, എന്നാൽ ഉണർന്നു കിടക്കുന്ന ഒരാൾ കേൾക്കത്തക്ക വിധം, ഉറങ്ങിയ ആളുടെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉറങ്ങാതെ കിടക്കുന്ന ഒരാൾക്ക് കേൾക്കാനും പറ്റുന്ന ശബ്ദത്തിലാ പുണ്യനബി സലാം പറയുന്നത്. മിഖ്ദാദ് എന്നവർ മെല്ലെ അത് കേട്ടു, എന്നാൽ അറിയാത്ത പോലെ കിടന്നു. ഹബീബ് പാല് വെച്ചിടത്തേക്ക് പോവുകയാണ്. فكشف عنه فلم يجد فيه شيئا, പാലിന്റെ പാത്രം കോപ്പ നബി തങ്ങൾ തുറക്കുന്നതൊക്കെ മിഖ്ദാദ് എന്നവർ അറിയുന്നു. അതിൽ പാലില്ലെന്നും നബി തങ്ങൾ അറിയുന്നു. പുണ്യ നബി ഇതാ ആകാശത്തേക്ക് കൈയുയർത്താൻ പോവുകയാണ്. മിഖ്ദാദ് എന്നവർ കണ്ണിലൂടെ കാണുന്നുണ്ട് ആ നേരിയ വെളിച്ചത്തിൽ, അല്ലാഹുവേ എന്റെ പാല് കുടിച്ചവനെ നീ നശിപ്പിക്കണേ എന്ന് പറയുമോ എന്ന് പേടിച്ചിരിക്കുമ്പോ പുണ്യനബി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി. പടച്ചവനെ, ഭക്ഷണമില്ല റബ്ബേ, വിശക്കുന്നുണ്ട്, കുടിക്കാനൊന്നുമില്ല റബ്ബേ, ദാഹമുണ്ട്. ആരാണോ എനിക്ക് ഭക്ഷണം തരുന്നത് അവർക്ക് സ്വർഗത്തിലെ ഭക്ഷണം നീ കൊടുക്കണേ. ആരാണോ എനിക്ക് കുടിക്കാൻ കൊണ്ടുതരുന്നത് അവർക്ക് നീ ദാഹം തീർത്ത് കൊടുക്കണമേ എന്ന് പുണ്യനബി ദുആ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ.
വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. എതിരായി ദുആ ചെയ്യുമോ എന്ന് പേടിച്ചപ്പോൾ ദുആ ചെയ്യുന്നത് എനിക്ക് ഭക്ഷണം തരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണേ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് ചാടി എണീറ്റിട്ട് മഹാനവറുകൾ പറയുന്നു, എന്റെ റസൂൽ ദുആ ചെയ്തല്ലോ, എനിക്ക് ഭക്ഷണം നൽകുന്നവർക്ക് ഭക്ഷണം കൊടുക്കണേ. ഈ രാത്രിക്ക് രാത്രി ഹബീബിന് വേണ്ടി ആടിനെ അറുത്ത് ഞാൻ പാകം ചെയ്തു വേവിച്ച് നബി തങ്ങൾക്ക് കൊടുക്കും. ചാടി എഴുന്നേറ്റു. കത്തിയുമായി ഓടുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ, എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത്? അപ്പൊ ഉറങ്ങിയില്ലായിരുന്നു. ഇപ്പൊ വരാം നബി, ഇപ്പൊ വരാം. എന്നിട്ട് മിഖ്ദാദ് തങ്ങൾ പറയുന്നു, ഞാൻ ആടിന്റെ അകിടുകൾ മെല്ലെ ഒന്ന് തടവി നോക്കി. പാല് കറന്നു വെച്ച ആടുകളാണിത്. ഇനി ഒരിക്കലും നേരം പുലരുന്നതിന് മുമ്പ് ഇനി അകിടുകൾ നിറയാൻ സാധ്യതയില്ല. പക്ഷേ മുഅ്ജിസത്തൻ ലിറസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. ആടിന്റെ അകിടുകൾക്ക് പാല് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ വിചാരിച്ചു, എന്നാൽ അറവ് നടത്തണ്ട, ആടിനെ അറുക്കരുത്. അങ്ങനെ പാല് കറന്നു, ഒരുപാട് പാല് കിട്ടി. ഹത്താ അലതുഹു റഗ്വ, ഞാൻ ആ പാത്രത്തിൽ നുര പൊന്തുന്നവരെ പാല് കറന്നു. എന്നിട്ട് ഹബീബിന്റെ അരികത്തേക്ക് വന്ന് പറഞ്ഞു, ഇശ്റബ് യാ റസൂലല്ലാഹ്, കുടിക്കൂ നബിയേ, അള്ളാഹുവിന്റെ ദൂതരെ. ഇശ്റബ്, ഇനിയും കുടിച്ചോളൂ. ഇശ്റബ്, ഇനിയും കുടിക്കൂ നബിയേ. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ദാഹവും വിശപ്പും നബി തങ്ങൾക്ക് മാറി എന്ന് വന്നപ്പോൾ ലഹിഖ്തു, ഞാനങ്ങ് ചിരിച്ചു എന്ന് പറഞ്ഞു മിഖ്ദാദ് എന്നവര്. ഞാൻ എന്നിട്ട് ഇസ്തൽഖൈതു അലാ ഖഫായ, ഞാൻ പള്ളിയിൽ മലർന്നങ്ങോട്ട് വീണു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് വീണു. പുണ്യനബി ചോദിച്ചു, ഇഹ്ദാ സൗആതിക യാ മിഖ്ദാദ്, പള്ളിയിൽ മലർന്ന് കിടന്ന് ചിരിച്ചു ഉരുണ്ട് മറിയുമ്പോ നബി ഞങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ, നിങ്ങളുടെ വസ്ത്രം ഔറത്ത് കണ്ടുപോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. നിങ്ങളുടെ ഔറത്ത് നോക്കണേ, ഔറത്ത് നോക്കണേ. അപ്പൊ നബി തങ്ങളോട് പറയുന്നു, നബിയേ, ഉണ്ടായ കഥ പറയാം. അങ്ങയുടെ പാല് കുടിച്ച ആള് ഞാനാ നബിയേ, പേടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങ് എനിക്കെതിരെ ദുആ ചെയ്യുമോ? അങ്ങ് ദുആ ചെയ്തല്ലോ, എനിക്കാര് ഭക്ഷണം നൽകുന്നുവോ അവർക്ക് ഭക്ഷണം കൊടുക്കണേ റബ്ബേ. ആ പ്രാർത്ഥനയുടെ പ്രതിഫലം എനിക്ക് വേണം. തങ്ങൾ പറഞ്ഞു, നിന്റെ 2 കൂട്ടുകാര് ഉറങ്ങുന്നില്ലേ, അവരെയും വിളിക്ക്, പാലുണ്ടല്ലോ. വേണ്ട നബി, അവര് രാവിലെ കുടിച്ചാൽ മതി. എന്റെ റസൂൽ അങ്ങ് കുടിച്ചാൽ അത് മതി എനിക്ക്. അങ്ങയുടെ പ്രാർത്ഥന എനിക്ക് വേണം. അവരൊക്കെ അവരുടെ ഓഹരി കുടിച്ച് കിടന്നവടാ നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, ലാ ഉബാലി മൻ ശരിബ ബഅദക ബഅദമാ ശരിബ്ത യാ റസൂലല്ലാഹ്, അങ്ങ് കുടിച്ചാൽ മതി നബിയേ. പുണ്യ നബിയാണെങ്കിലോ അവിടുത്തെ ഭക്ഷണം എടുത്ത് കുടിച്ച ഒരാളെ ഒന്ന് വേദനിപ്പിക്കുക പോലും ചെയ്യാത്ത വിധം അള്ളാഹുവിനോട് റഹ്മത്തിന് ദുആ ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് ഉസ്താദുമാരൊക്കെ ഭക്ഷണം കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ അത്ഇമ്മൻ അത്അമനാ വസ്ഖിമൻ സഖാനാ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ റബ്ബേ. കുടിക്കാൻ തന്നവർക്ക് നീ സ്വർഗത്തിലെ പാനീയം കൊടുക്കണേ റബ്ബേ. അതെന്തൊരു വലിയ മഹത്വമാണ്. നമ്മുടെ നാടുകളിൽ ദർസ് നടക്കുമ്പോൾ ഓരോ വീടുകളിൽ നിന്ന് ഭക്ഷണം കൊടുത്തിരുന്ന സമ്പ്രദായങ്ങൾ ഇന്നുമുണ്ട്. എത്രയോ കാലങ്ങളായി ആ വീട്ടുകാർക്ക് വേണ്ടി മുതഅല്ലിമീങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയുടെ മഹത്വം എത്രയാണെന്നറിയുമോ? ഹബീബ് പഠിപ്പിച്ച ദുആയാണത്. അല്ലാഹുമ്മ അത്ഇമ്മൻ അത്അമനാ വസ്ഖിമൻ സഖാനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അന്നപാനീയങ്ങൾ തന്നവർക്ക് നീ പകരം കൊടുക്കണമേ എന്നാണ് അതിന്റെ പ്രാർത്ഥന. അതിന്റെ അർത്ഥം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഖ്ദാദ് എന്നവരുടെയോ കൂട്ടുകാരുടെയോ മനസ്സിനൊരു വേദന വരരുതേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ നബി തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുന്നത്. ഭാവങ്ങളെ, വേദനയെ, മനസ്സിന്റെ അവസ്ഥകളെ മനസ്സിലാക്കിയിരുന്നു നബി തങ്ങൾ. മദീന പള്ളിയിൽ ജമാഅത്തിന് വരുന്ന പ്രധാന വഴിയിൽ മലർന്നോ കമിഴ്ന്നോ കിടന്നിരുന്ന, വേദന കൊണ്ട് വിശപ്പ് കൊണ്ട് പൊളഞ്ഞിരുന്ന സ്വഹാബിയാണ് മഹാനായ
അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഇന്നി കുൻതു ലഅഅ്തമിദു ബികബിദി അലൽ അർളി മിനൽ ജൂഅ്. വിശപ്പ് കൊണ്ട് എൻ്റെ കരള് പോലും ചുരുട്ടിപ്പിടിച്ച് ഞാൻ എൻ്റെ വയറ് മടക്കി കിടക്കുമായിരുന്നു വഴിയോരങ്ങളിൽ. നാണമായിരുന്നു ആരോടെങ്കിലും ഒരു ഭക്ഷണം തരുമോ എന്ന് ചോദിക്കാൻ. അതാ വരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, പുണ്യനബിയുടെ നബി തങ്ങളുടെ സ്വഹാബിയും ആദ്യത്തെ ഖലീഫയുമായ ഹബീബിന്റെ സ്വാഹിബ് സിദ്ദീഖ് എന്നവരുടെ മുഖത്ത് നോക്കി എനിക്ക് വിശക്കുന്നു സിദ്ദീഖേ എന്ന് പറയാൻ മടിയുണ്ടായപ്പോ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഖുർആനിലെ ഇന്നൊരു ആയത്തുണ്ടല്ലോ, ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? എനിക്കതിന്റെ അർത്ഥമറിയാം. സിദ്ദീഖ് എന്നവർ ഞാൻ ആ ചോദിക്കുന്ന നേരത്ത് എങ്ങാനും എൻ്റെ അവസ്ഥ കണ്ട് വിശക്കുന്നുവോ അബൂ ഹുറൈറ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ. പക്ഷേ സിദ്ദീഖ് എന്നവർ എനിക്ക് ഉത്തരം പറഞ്ഞു തന്നു. സിദ്ദീഖ് എന്നവർ കടന്നുപോയി. ഞാൻ അവിടെ തന്നെ കടന്നു. രണ്ടാമത് വരുന്നു സ്വാഹിബു റസൂലില്ലാഹി ഷഹീദുൽ മിഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ എന്നവർ വന്നപ്പോഴേ അബൂ ഹുറൈറ തങ്ങൾ പറയാ, അതേപോലെ ഞാൻ ചോദിച്ചു, ഒരു ആയത്തെടുത്തിട്ട് അതിന്റെ അർത്ഥം എന്താണ് ഉമറേ? അപ്പൊ എനിക്ക് ആ തഫ്സീറൊക്കെ പറഞ്ഞു തന്നു. ഉമർ എന്നവരും കടന്നുപോയി. എന്റെ വിശപ്പിന്റെ അവസ്ഥ വരാർക്കും അറിഞ്ഞില്ല. പുണ്യ നബിയാണ് പിന്നെ വരുന്നത്, റസൂലുള്ളാഹ് റഹ്മത്തുൽ ആലമീനാണ് കടന്നു വരുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മുഖത്ത് നോക്കി അബൂ ഹുറൈറ തങ്ങളോടൊരു ചോദ്യം. അബൂ ഹുറൈറ എഴുന്നേൽക്ക അബൂ ഹുറൈറ, നിങ്ങൾക്ക് വിശപ്പുണ്ടല്ലേ? ഉണ്ട് നബിയേ, ഉണ്ട്, വിശക്കുന്നു. എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് കൈപിടിച്ച് കൊണ്ടുപോയി എന്റെ റസൂൽ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഒരു കപ്പ് പാല് കിട്ടിയത് നബി തങ്ങൾക്ക്. ആ ഒരു കപ്പ് പാല് കിട്ടിയപ്പോ ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? മദീന പള്ളിയിൽ മുതഅല്ലിമീങ്ങളായ 300ഓളം സ്വഹാബിമാരുണ്ട്. അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, അബൂ ഹുറൈറ, സുഫത്തിന്റെ അഹ്ലുകാരെന്ന് പറയുന്ന മദീനയിലെ മുതഅല്ലിമീങ്ങൾക്ക് ഈ പാല് കൊടുക്കണം. അബൂ ഹുറൈറ തങ്ങൾ പറയാ, ഞാനോ വിശന്നിട്ട്, റസൂലുള്ളാഹി തങ്ങളും വിശന്നിരിക്കുകയാണ്. ഒരു കപ്പ് പാലേ കയ്യിലുള്ളൂ. അത് 300 ആൾക്ക് ഓഹരി വെച്ച് കൊടുത്താൽ എനിക്കുണ്ടോ റസൂലുള്ളാഹിക്കുണ്ടോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകൾക്ക് കുടിക്കാൻ കിട്ടുമോ? ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തിനാ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം? ഇന്നമാ അന റസൂലു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനല്ലയോ ഞാൻ? തങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്താൽ മതിയല്ലോ. പള്ളിയിൽ ചെന്നു. 300 ആളുകളും സഫായി വന്നു ഹബീബിന്റെ വീടിന്റെ മുന്നിൽ. 10 പേരോട് കടക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, നാവിൽഹു, അബൂ ഹുറൈറ നിങ്ങൾ കുടിക്കാൻ കൊടുക്കിൻ ആ കപ്പ് പാല്. ഓരോരുത്തരും ചുണ്ട് വെച്ച് കുടിച്ചു. 300 പേർ. ഹബീബിന്റെ മുഅ്ജിസത്ത് നടക്കുകയാണ്, അത്ഭുതം നടക്കുകയാണ്. 300 പേർ കുടിച്ചിട്ടും ആ പാല് തീരാതെ നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ ബഖീതു അന വ അൻത, ഞാനും നിങ്ങളുമാണ് ഇപ്പോൾ ബാക്കിയായത്, കുടിക്കുന്ന അബൂ ഹുറൈറ. അവര് പറഞ്ഞു, നബിയെ അങ്ങ് കുടിക്കിൻ. വേണ്ട അബൂ ഹുറൈറ, നിങ്ങൾ കുടിക്കിൻ. അങ്ങനെ തങ്ങൾ പറഞ്ഞു, ഇശ്റബ്, കുടിക്കിൻ. ഞാൻ കുടിച്ചു. പാല് തീരുന്നില്ല. എന്റെ വിശപ്പ് തീർന്നു, ദാഹം തീർന്നു. എന്നോട് മാസാല യഖൂലു ലി ഇശ്റബ് ഇശ്റബ് യാ റസൂലല്ലാഹി ലാ അജിദു ലഹാ മസ്ലക, നബിയെ ഇനി എൻ്റെ വയറ്റിൽ സ്ഥലമില്ല എന്ന് പറയാൻ മാത്രം ഞാൻ എൻ്റെ വയറ് നിറഞ്ഞു എന്ന് നബിയോട് പറഞ്ഞു. സുമ്മ ശരിബ റസൂലുള്ളാഹ്, അത് കഴിഞ്ഞ് പുണ്യ നബി കുടിച്ചു. അവസാനം അതായിരുന്നു നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഖം നോക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബി മദീനയിലേക്ക് വന്നു. ആ സ്വഹാബിക്ക് വാഹനമില്ല തിരിച്ചു പോകാൻ. അദ്ദേഹം തിരിച്ചും മറിച്ചും നോക്കുന്നത് നിബിധങ്ങൾ കാണുന്നു. എന്നാൽ ആ മനുഷ്യന്റെ ആവശ്യം വാഹനമാണെന്ന് നിബിധങ്ങൾ തിരിച്ചറിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാ പുണ്യ നിബിധങ്ങൾ പറയുന്നത്, മൻ കാന മഅഹു ഫദ്ലു ളുഹ്റിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ ളുഹ്റ ലഹ്. നിങ്ങളിൽ ആർക്കെങ്കിലും 2 വാഹനമുണ്ടെങ്കിൽ ഉപയോഗിക്കാത്തത് ആവശ്യക്കാരായ ആളുകൾക്ക് കൊടുക്കണമേ. ആരുദ്ദേശിച്ച് പറഞ്ഞെന്നറിയോ? ഏതോ ഒരു നാട്ടുകാരനായ സ്വഹാബി
അദ്ദേഹം എനിക്ക് വാഹനം വേണമെന്നൊന്നും തങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ തങ്ങളത് തിരിച്ചറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ, ആ ഒരു വിദേശിയായ മനുഷ്യൻ എനിക്കത് വേണമെന്ന് പറയാൻ മടിക്കുന്നതാകാം. അതുകൊണ്ട് ഹബീബ് മദീന പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആർക്കെങ്കിലും എക്സ്ട്രാ വാഹനമുണ്ടെങ്കിൽ, ആവശ്യമില്ലാതെ നിങ്ങൾ ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കണമേ. വമൻ കാന ലഹു ഫദ്ലു സാദിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ സാദ ലഹ്. നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഭക്ഷണമുണ്ടെങ്കിൽ ഭക്ഷണമില്ലാത്തവർക്ക് കൊടുക്കണമേ. നോക്കണം, അള്ളാഹുവിനെ വിചാരിച്ച് പുണ്യനബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ മാനയൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര മൂല്യവത്തായ ചിന്തകളാണ് ഒരു സമൂഹത്തിൽ, ഒരു നാടിൽ സമാധാനമുണ്ടാവാൻ, ഒരു നാടിൽ പിടിച്ചു പറയില്ലാതിരിക്കാൻ, മോഷണമില്ലാതിരിക്കാൻ, അസൂയയും പകയുമില്ലാതിരിക്കാൻ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷണം നിങ്ങളുടെ പരിസരങ്ങളിലുള്ള ഭക്ഷണം കിട്ടാത്തവർക്ക് കൊടുക്കണമേ. ഒമൻ കാന ലഹു, ഹബീബായ നബി തങ്ങൾ പറയാൻ തുടങ്ങി, ഓരോന്നും നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കണേ എന്ന്. സമ്പത്തിന്റെ ഓരോ ഐറ്റവും നബി തങ്ങൾ എടുത്തു പറയുകയും നബി തങ്ങൾ ഫദകറ മിൻ അസ്നാഫിൽ മാലി മാ ദകർ ഹത്താ റഅയ്നാ അന്നഹു ലാ ഹഖ്ഖ ലനാ ലിഅഹദിൻ മിന്നാ ഫീ ഫദ്ലിൻ ഷൈ. നമുക്ക് ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളതിൽ നമുക്ക് അവകാശമില്ല, അത് ഇല്ലാത്തവരുടെ അവകാശമാണെന്ന് ഞങ്ങൾക്ക് ബോധിക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബിമാർ ആർക്ക് വേണ്ടി? ഒരു മനുഷ്യനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. പക്ഷേ ആ മനുഷ്യന് വേദനിക്കാതിരിക്കാൻ, ആ മനുഷ്യനത് ചോദിക്കുന്നത് മടിയായിരിക്കും. ചോദിക്കാതെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക. നമ്മൾക്കത് സാധ്യമാണെങ്കിൽ, ഒരു വാക്കുകൊണ്ടാണെങ്കിൽ വാക്കുകൊണ്ട് ആശ്വാസം നൽകുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുഃഖവും സങ്കടങ്ങളും ജീവിതത്തിന്റെ അനിവാര്യതയാണ്. പ്രയാസങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. നമുക്കറിയുമോ, വീട്ടിൽ റേഷന്റെ അരിയില്ലാതെ നമ്മുടെ റസൂൽ താടിക്ക് കൈകൊടുത്ത് സങ്കടപ്പെട്ടിരുന്ന ഒരു ദിവസം ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ഇനി എന്തൊക്കെ ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ കേരളത്തിൽ പട്ടിണി കിടക്കുന്ന ദാരിദ്ര്യം, അരി വെക്കാൻ റേഷൻ കിട്ടാത്ത ഒരു വിഷമം നമ്മുടെ നാട്ടിലുണ്ടോ? വളരെ കുറവല്ലേ? ഇല്ല എന്ന് പറയലല്ലേ ശരി. നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിതരായിരിക്കുകയാണ്. നബി തങ്ങളുടെ ഭാര്യമാർ, ചില ആളുകൾ പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് അങ്ങയുടെ കൂടെ പട്ടിണി കിടന്ന് ജീവിക്കാൻ പ്രയാസമുണ്ട് നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാജിമൻ സാകിതാ, ഹബീബിന്റെ ഭാര്യമാർ ചുറ്റുമുണ്ട്. നബി തങ്ങൾ താടിക്ക് കൈകൊടുത്ത് തലതാഴ്ത്തി മൗനിയായി നിൽക്കുന്നത് കാണുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഒരു മനസ്സാണ്, ഒരു ശരീരമാണ്, ഒരു ഉമ്മത്താണ്. അതുകൊണ്ട് നമ്മിൽ ഒരാളുടെ വേദന നമ്മുടെ വേദനയാണ്, അവരുടെ വിഷമം നമ്മുടെ വിഷമമാണ്. ഒരാളുടെ സങ്കടത്തിൽ നമ്മൾ പങ്കുചേരണം, അവരുടെ സങ്കടം ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണം. ഇവിടെ ഒരു മാതൃക ചെയ്യുന്നു ഹബീബിന്റെ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സമരം എന്നൊന്നും ഇതിനെ വിളിക്കാൻ പാടില്ല. പക്ഷെ ഒരു തമാശക്ക് അങ്ങനെയൊക്കെ പറയും, നബി തങ്ങളുടെ ഭാര്യമാരങ്ങനെ സമരം ചെയ്തു. സമരമല്ലാതെ അവര് കാര്യം പറഞ്ഞു, നബിയെ, പട്ടിണി കിടക്കുകയാണ്, ഞങ്ങള് പട്ടിണിയാണ്, ഒന്നുമല്ല, വിശപ്പടക്കാൻ ഗോതമ്പോ അരിയോ എന്തെങ്കിലും വേണം നബിയെ. പച്ചവെള്ളം കുടിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല നബിയെ. ഈത്തപ്പഴം കഴിച്ച് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചു. ഇവിടെ നിന്നങ്ങോട്ട് ഒരു ദിവസം, ഒരു നേരം, ഒരു റൊട്ടിയോ ഗോതമ്പോ ബാർലിയോ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടേ നബിയെ? ഞങ്ങൾക്ക് ഭക്ഷണമില്ല, പട്ടിണിയാണ്. ഇങ്ങനെയുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് പ്രയാസമാണ്. അവിടെയാണ് ഭാര്യമാരെ തൊലാക്ക് ചൊല്ലിയിട്ട് പറഞ്ഞേക്കണോ അല്ല അവര് കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് ഹബീബായ നബി തങ്ങൾ ചോദിച്ച ഒരു നേരമുണ്ടവരോട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു. ലഅഖൂലന്ന ശൈഅൻ ഉദ്ഹികു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ചിരിപ്പിച്ചുകൊണ്ടേ ഇനി പോവുകയുള്ളൂ. സങ്കടപ്പെടുന്ന നബിയെ ഞാനൊന്ന് ചിരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
തങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഉമർ എന്നവരുടെ മകൾ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. യാ റസൂലല്ലാഹ്, നബിയേ, ലൗ റഅയ്ത ബിൻത ഖാരിജ, നബിയേ, ഖാരിജയുടെ മകൾ എൻ്റെ ഭാര്യ, അവളെങ്ങാനും സഅലതിനി അൻ നഫഖ, എനിക്ക് ചെലവ് വേണം, എനിക്ക് ചെലവിന് വേണം എന്ന് എന്നോട് പറയുകയായിരുന്നുവെങ്കിൽ ഫഖുംതു ഇലൈഹാ ഫവജഅതു ഉനുഖഹാ, എന്നോടങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യയായ ബിൻതു ഖാരിജയുടെ കഴുത്തിൽ ഞാൻ അടിക്കുമായിരുന്നു നബിയേ. മാ റഅയുക ഫീ ഹാദാ തസറുഫ്, നബിയേ, എന്നോട് എൻ്റെ ഭാര്യയായ ബിൻതു ഖാരിജ ഇങ്ങനെ സമരം ചെയ്യുകയോ എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ല അടിവെച്ചു കൊടുക്കുമായിരുന്നു നബിയേ എന്ന് ഹബീബിനോട് പറഞ്ഞപ്പോ ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹുന്ന ഹൗലി യസ്അൽനനി അൻ നഫഖ, ഉമറേ, അവരുടെ ചെലവാണ് അവരെന്നോട് ചോദിക്കുന്നത്, ന്യായമാണ് ചോദിക്കുന്നത്. ഇത് അടിക്കേണ്ട കേസല്ല, ഇത് ദേഷ്യപ്പെടേണ്ടതല്ല, അവരുടെ അവകാശമല്ലേ, അത് അവരെന്നോട് ചോദിക്കുന്നു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, യാ നിസാഅൻ നബി, പുണ്യ നബിയുടെ പെണ്ണുങ്ങളെ, ഇൻ കുൻതുന്ന തുരിദുന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പരലോകവുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ക്ഷമയോടെ ഹബീബിന്റെ കൂടെ നിങ്ങൾക്ക് നിൽക്കാം. അതല്ല, നിങ്ങൾക്ക് ഐഹികമായ ഈ ലോകത്തിന്റെ സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളെ ഞാൻ മനോഹരമായി നിങ്ങളുടെ ത്വലാഖ് ചൊല്ലി നിങ്ങളെ ഞാൻ വിട്ടയച്ചു തരാം. എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങൾ ഇങ്ങോട്ട് വരീൻ. ഒറ്റക്ക് വിളിച്ചു. നബി തങ്ങളെ വീടിന്റെ ഒരു മൂലയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നബിയേ, അല്ലാഹു വേണോ റസൂല് വേണോ, അല്ല നിങ്ങൾക്ക് ചെലവ് വേണോ എന്നല്ലേ ചോദ്യം. ഇന്നി യഖ്തർതുല്ലാഹ വറസൂലഹു, തങ്ങൾ പറഞ്ഞു, ആയിഷ, നിങ്ങളുടെ ഉമ്മയോടും ഉപ്പയോടും ഈ വിഷയം ചർച്ച ചെയ്തിട്ടൊരു മറുപടി നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. വിശപ്പോടെ പട്ടിണിയോടെ എൻ്റെ കൂടെ ജീവിക്കണോ? എനിക്ക് പട്ടിണിയാണെങ്കിൽ നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാകും. എനിക്ക് ഭക്ഷണമുണ്ടോ? നിങ്ങൾക്ക് ഞാനത് കൊണ്ടുതരും. എന്നാൽ എന്നെ കൊണ്ട് കഴിയാത്തത് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണിപ്പോ. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾക്ക് വേറെ ജീവിതമാവാം. നിങ്ങൾക്കത് വേണോ? തആലൈന, ആയിഷ ബീവി, നിങ്ങളൊന്നും ധൃതിപെട്ടൊന്നും പറയണ്ട കേട്ടോ. നിങ്ങളുടെ ഉമ്മയോട്, ശ്രദ്ധിക്കുന്നവരോട്, ഉപ്പയോട് സമ്മതം ചോദിച്ച് ചർച്ച ചെയ്തിട്ട് മറുപടി പറഞ്ഞാൽ മതി. ആയിഷ ബീവി അങ്ങ് കയറി പറഞ്ഞു, നബിയേ, അള്ളാന്റെ റസൂല് വേണോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉപ്പയോട് ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഒരു ബുദ്ധിക്കുറവൊന്നും എനിക്കില്ല നബിയേ. അവരാരോടും ചോദിക്കാതെ തന്നെ ഞാൻ പറയുന്നു, ഇഖ്തർതുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹും അവന്റെ റസൂലും മതി. ഇത്ര ചെറിയ പ്രായമായിരുന്നു ആയിഷ ബീവി ഇത് പറയുമ്പോ. 18 വയസ്സല്ലേ ഉള്ളൂ ആയിഷ ബീവിക്ക് റളിയല്ലാഹു അൻഹ. ആ നേരം ബീവിക്ക് തോന്നിയത് ഹബീബിന്റെ കൂടെ ജീവിക്കണം, ഏത് പ്രയാസം സഹിച്ചുകൊണ്ടും. എന്നിട്ട് ആയിഷ ബീവി പറഞ്ഞു, നബിയേ, ഞാൻ ഇതാണ് അങ്ങയോട് പറഞ്ഞത് എന്ന് മറ്റു ഭാര്യമാരോട് പറയരുത് കേട്ടോ എന്ന്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ആയിഷ ബീവി ചെറുപ്പകാലത്ത് വിവാഹം ചെയ്തു പോയി, നബി തങ്ങളുടെ കൂടെ കുടുംബജീവിതം ആരംഭിച്ചു എന്ന് പരാതി പറയുന്ന ആളുകളൊന്നറിയണം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സന്തുഷ്ടയായിരുന്നു ആ ജീവിതത്തിൽ. ആയിഷ ബീവിക്ക് പരാതി ഇല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾക്ക് പരാതി? ആയിഷ ബീവി പരാതിപ്പെട്ടിട്ടില്ലല്ലോ. ആയിഷ ബീവിക്ക് വേണ്ടത് റസൂലിനെയാണ്, ഹബീബിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ എനിക്ക് ഒറ്റക്ക് വേണം, ഹബീബിന്റെ കൂടെ ഞാൻ മാത്രം മതി എന്ന് ആഗ്രഹിച്ചവരാണ് ആയിഷ റളിയല്ലാഹു അൻഹ. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ, വേണോ വേണ്ടേ എന്ന ചോദ്യത്തിൽ എനിക്കങ്ങ് വേണം എന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞ മറുപടി വേറെ പെണ്ണുങ്ങളോട് പറയരുത് നബിയേ. തങ്ങൾ പറഞ്ഞു, ആയിഷ, ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും.
അവർ ചോദിച്ചു, ആയിഷ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആയിഷ എന്റെ കൂടെ നിൽക്കുകയാണ്. അത് ഞാൻ പറയും കേട്ടോ. നബിയെ ചോദിക്കാതെ പറയരുത് കേട്ടോ, ഇതിന്റെ സ്വകാര്യമാണ് എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അതായിരുന്നു ഹബീബും അവിടുത്തെ കുടുംബവുമുള്ള ജീവിതം. റളിയല്ലാഹു തആല അൻഹാ. സങ്കടങ്ങളിൽ കൂടെ നിൽക്കാൻ പറ്റണം. പെൺകുട്ടികൾ അത് മനസ്സിലാക്കണം. കല്യാണം കഴിഞ്ഞ് 6 മാസം കൊണ്ട് ത്വലാഖ് വേണമെന്ന് പറയുന്ന എത്രയോ നമ്മുടെ ന്യൂജൻ പുതിയ പെണ്ണുങ്ങളും പുതിയാപ്പിളമാരുമുണ്ട്. ജീവിതം മടുക്കുന്നു എന്ന് പറയുന്നവർ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാവാതെ വരുമ്പോ, ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങൾ ഒരു വീടിനുള്ളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോ ഇത് സാധ്യമല്ലെന്നും ഞാൻ ഇതല്ല സ്വപ്നം കണ്ടതെന്നും എനിക്കിതല്ല വേണ്ടതെന്നും പറഞ്ഞ് അല്ലാഹു പവിത്രമാക്കിയ വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ, പൊട്ടിച്ചു മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ഉറപ്പുള്ള ബാന്ധവമാണ് നിങ്ങൾ നിക്കാഹിലൂടെ ചെയ്തു വെച്ചത് എന്ന് ഖുർആൻ പറഞ്ഞ ആ ബന്ധത്തെ നിസ്സാര കാരണം പറഞ്ഞ് എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറയുന്ന പെൺകുട്ടികളെ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് അകാരണമായി നിസ്സാര കാരണങ്ങളുടെ പേര് പറഞ്ഞ് ത്വലാഖ് വേണമെന്നൊരു പെണ്ണ് ആവശ്യപ്പെട്ടാൽ ആ പെണ്ണിന് സ്വർഗത്തിന്റെ പരിമളം കിട്ടുക സാധ്യമല്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ സങ്കടങ്ങൾ വരും. ജോലി നഷ്ടപ്പെട്ടേക്കും, കച്ചവടം പൊളിഞ്ഞേക്കും, സമ്പത്തില്ലാതെയായെന്ന് വരും, ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോയെന്ന് വരും. എന്നാൽ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ പട്ടിണിയാണെങ്കിൽ പട്ടിണി, സന്തോഷമാണെങ്കിൽ സന്തോഷം, ദുഃഖമാണെങ്കിൽ വിഷമമാണെങ്കിലും കൂടെ ഞാനുണ്ട് എന്ന് പറയേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. അങ്ങനെ ഒരു മാതൃക കാണിച്ച ഏറ്റവും നല്ല ഭാര്യയാണ് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. പുണ്യനബി തങ്ങളോട് എത്ര നല്ല മാതൃകയാണത്. സങ്കടങ്ങളിൽ കൂടെ നിൽക്കാൻ പറ്റുന്നത്. ഇവിടെ മാത്രമല്ല, മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തബൂക്കിലേക്ക് പോകാൻ ഏതോ ഒരു ദുർബല നിമിഷം മടിബാധിച്ച് പോകാൻ കഴിയാതെ മദീനയിൽ ബാക്കിയായ 3 സ്വഹാബിമാരുണ്ടായിരുന്നുവല്ലോ. ഹിലാൽ ഇബ്നു മുർറ റളിയല്ലാഹു അൻഹു അടക്കം മഹാനായ കഅബ് തങ്ങളടക്കം 3 പേർ. ആ 3 പേരിൽ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചത് ഈ 3 പേരുടെയും അല സലാസത്തിൽ ലദീന ഖുല്ലിഫു, തബൂക്കിലേക്ക് പോകാൻ കഴിയാതെ 50 ദിവസത്തോളം ബോയ്ക്കോട്ട്, ആരും അവരോട് മിണ്ടരുത്, സലാം പറയരുത് എന്ന് നബി തങ്ങൾ പറയുകയും സ്വന്തം ഭാര്യമാരോട് പോലും അവരവരുടെ വീടുകളിലേക്ക് പോകാൻ പറയുകയും ചെയ്ത് ഒരു ഭ്രഷ്ട് നൽകപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടവരായിരുന്നു കഅബ് തങ്ങളും കൂടെയുള്ള 2 പേരും. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെയാണ് ഒരു സുബഹിന്റെ ദിവസം ഒരാൾ വിളിച്ചു പറയുന്നത്, അബ്ശിർ യാ കഅബ്, കഅബേ സന്തോഷിച്ചോളൂ കഅബ് ഇബ്നു മാലികേ, അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നിരിക്കുന്നു, നിങ്ങളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന വഹി വന്ന സന്തോഷം കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പങ്കുവെച്ചതറിഞ്ഞപ്പോ അതുവരെ വീട്ടുതടങ്കലിൽ കിടക്കുന്ന പോലെ കിടന്ന കഅബ് എന്നവർ ഹബീബിന്റെ പള്ളിയിലേക്ക്, മദീന പള്ളിയിലേക്ക് പോയ രംഗം മഹാനായ കഅബ് എന്നവർ പറയുന്നുണ്ട്. ഫൻസലഖതു, ഞാൻ മദീന പള്ളിയിലേക്ക് ചെന്നു. അത്തഅമ്മമു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയതലഖാനി الناس ഫൗജൻ ഫൗജാ യുഹന്നിഊനനി ബിത്തൗബ, എൻ്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്ന് ആ സന്തോഷം ആയത്തിറങ്ങി വന്നപ്പോ എന്നോട് സന്തോഷം പറയാൻ ഒരുപാട് പേർ സ്വഹാബിമാർ മുന്നോട്ട് വന്നു. ലിതഹ്നിക തൗബത്തുല്ലാഹി അലൈക്. നോക്കണം, ഒരാൾ ഹജ്ജ് കഴിഞ്ഞു വന്നാൽ ഒരു സ്വീകരണം, അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിക്കൽ, ഒന്ന് സന്തോഷം പങ്കിടൽ, അല്ലാഹു അത് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കൽ, ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ഗുണങ്ങളാണ്. ഒരാൾക്ക് വരുന്ന നന്മകൾ, ആ നന്മകളിൽ നമ്മൾ സന്തോഷിക്കുക, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കുക. മഹാനായ കഅബ് എന്നവർ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ സ്വഹാബികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കയറി വരുന്നു. ഹബീബിന്റെ സദസ്സിൽ നിന്ന് എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന മദീനക്കാരനായ മുഹാജിറായ ഒരു സ്വഹാബിയുണ്ട്, മഹാനായ
ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയുകയാണ്, ത്വൽഹ തങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നു, എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ആദ്യം ചെയ്തത്, പിന്നെ ഒരുപാട് പേര് കെട്ടിപ്പിടിച്ചു. കഅബയെ സാരമില്ല, കഅബയെ നിങ്ങൾക്ക് തബൂക്കിലേക്ക് വരാൻ കഴിയാതിരുന്ന ആ വിഷമത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ശിക്ഷ നല്ലൊരു പശ്ചാത്താപമായി മാറിയത് അല്ലാഹു സ്വീകരിച്ചുവല്ലോ. ഹനീഅൻ ലക്, നിങ്ങൾക്ക് ആശീർവാദം എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറയുന്നു, ഫകാന കഅബുൻ ലാ യൻസാഹാ ലിത്വൽഹ. സ്വഹാബിമാർ പറയുകയാണ്, ത്വൽഹ തങ്ങൾ ചെയ്ത ആ ഉപകാരം കഅബ് എന്നവർ ഒരിക്കലും മറന്നിട്ടില്ല. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യമായി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ച ആള് ത്വൽഹ റളിയല്ലാഹു അൻഹുവാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന്റെ പേരിൽ പശ്ചാത്തപിക്കുകയും തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ പിന്നെ ആ ഒരു തെറ്റിനെ പറഞ്ഞുകൊണ്ടവരെ വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. അവർക്ക് സന്തോഷം വരുമ്പോ ആ സന്തോഷത്തിൽ നമ്മൾ കൂടെ നിൽക്കണം. ആയിഷ ബീവിയുടെ സങ്കടം വന്ന ഒരു രംഗത്ത് ബീവിയോടൊപ്പം സങ്കടം കാണിച്ച അൻസ്വാരിയത്തായ മദീനക്കാരിയായ ഒരു പെണ്ണിന്റെ കഥ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹാദിസത്തുൽ ഇഫ്കിനെ പറഞ്ഞ ആ ഹദീസുകളിൽ കാണാൻ കഴിയും. ഞാനെന്ന് ഒറ്റക്കിരുന്നു കരഞ്ഞു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നിരപരാധിയാണ് നമ്മുടെ ഉമ്മ, നിരപരാധിയാണ് സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു, ബദരിയായ സ്വഹാബി. ആ മഹാന്മാരായ ഹബീബിന്റെ സ്വഹാബിയായ സഫ്വാൻ എന്നവരെയും മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും രണ്ടുപേരെയും ബന്ധപ്പെടുത്തി മോശമായ ഒരു കെട്ടുകഥ മദീനയിലെ മുനാഫിക്കുകൾ കെട്ടിപ്പടച്ചുണ്ടാക്കിയപ്പോൾ പുണ്യനബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആയിഷ ഇദാ കുൻതി അൽമംതി ബിദംബിൻ ഫസ്തഗ്ഫിരില്ലാഹ്. അത് ആദ്യം പഠിക്കേണ്ട ഒരു പാഠമാണ്. തെറ്റ് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ തന്റെ ഭാര്യക്കോ തന്റെ ഭർത്താവിനോ എന്തെങ്കിലും തരത്തിൽ ഒരു അവിഹിത ബന്ധങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടുകയാണെങ്കിൽ ശകാരിക്കുകയോ പറഞ്ഞുവിടുകയോ കുടുംബം തകർക്കുകയോ വഷളാക്കുകയോ ചെയ്യാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കണമേ, പുണ്യനബി തങ്ങൾ എന്താണ് ചെയ്തത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബിമാരിൽ കണ്ണുയർത്തി ഒരാളോട് പോലും സംസാരിക്കുക പോലും ചെയ്യാത്ത തലതാഴ്ത്തി നടക്കുന്ന സാത്വികനായ സ്വഹാബിയായിരുന്നു സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു. യുദ്ധം കഴിഞ്ഞു വരുമ്പോ ഒറ്റക്കായി പോയ ആയിഷ ബീവിയെ മരുഭൂമിയുടെ നടുവിൽ നിന്ന് തന്റെ ഒട്ടകപ്പുറത്ത് കയറ്റി ആ ദൂരം കാൽനടയായി നടന്നു വന്ന് ഒരു വാക്കുപോലും ആയിഷ ബീവിയോട് സംസാരിക്കാതെ വന്ന സ്വഹാബിയല്ലയോ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിയെ കണ്ടുമുട്ടുന്നു മരുഭൂമിയുടെ നടുവിൽ. സഫ്വാൻ എന്നവർ യുദ്ധത്തിന്റെ സൈന്യം തിരിച്ചു നടന്നു പോരുമ്പോൾ മദീനത്തേക്ക് വരുമ്പോൾ ആ സൈന്യത്തിൽ നിന്ന് എന്തെങ്കിലും വീണുപോയാൽ അത് പെറുക്കിയെടുക്കാൻ വേണ്ടി പിന്നിൽ വന്ന സ്വഹാബിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടു പോയപ്പോ ആ മാല തപ്പി നടന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നേരം വൈകിപ്പോയി. ഹൗദജ് എന്ന് പറയുന്ന ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ആയിഷ ബീവി ഉണ്ടായിരിക്കുമെന്ന ധാരണ കൊണ്ട് ആ ഒട്ടകക്കട്ടിൽ ഒട്ടകപ്പുറത്ത് വെച്ചു കൊടുത്തു. ആയിഷ ബീവിയുടെ ഒട്ടകപ്പുറത്ത് നിബിധങ്ങളുണ്ട്, മറ്റൊരു ഒട്ടകത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകം നടന്നു നീങ്ങി. എന്നാൽ ബീവി അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. നോക്കണം, സ്വഹാബിമാർ പോലും ആ ഒട്ടകക്കട്ടിൽ ബീവി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു വർത്തമാനം പോലും അവിടെ നടക്കുന്നില്ല. സഫ്വാൻ റളിയല്ലാഹു അൻഹു വരുമ്പോഴാണ് ഒരു പാറയുടെ മുകളിൽ ഇരുന്ന് സങ്കടപ്പെട്ട് സുബ്ഹിയോടടുത്ത നേരത്ത് ഒറ്റക്കിരിക്കുന്ന ആയിഷ ബീവിയെ കാണുന്നത്, അറിയുന്നത്. മഹദി റളിയല്ലാഹു അൻഹു ഒരു തൂങ്ങി ഉറക്കത്തിലാണ്. എവിടേക്ക് പോകാൻ, എങ്ങോട്ട് വഴി കാണാൻ? ആ ഒരു രംഗം അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹമായിരുന്നു അത്. സഫ്വാൻ എന്നവർ കണ്ടുമുട്ടുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഒരു ഇസ്തിർജാഅ് ചൊല്ലിയത് മാത്രമേ ബീവി കേട്ടിട്ടുള്ളൂ. സഫ്വാൻ എന്നവർ ആയിഷ ബീവി എന്ത് പറ്റിയെന്ന് ചോദിച്ചില്ല. എന്തേ ഇവിടെ ഇങ്ങനെ ആയിപ്പോയത്, കഥ എന്താണെന്ന് ഒന്നും ചോദിച്ചില്ല. ഒട്ടകം താഴ്ത്തിക്കൊടുത്തു.
കയറാൻ ആംഗ്യം കാണിച്ചു കൊടുത്തു. ബീവി ഒട്ടകപ്പുറത്ത് കയറി. ആ കയറും പിടിച്ച് മദീനയിലേക്ക് വരുമ്പോഴാണ് ദുഷ്ടന്മാരായ മദീനയിലെ മുനാഫിക്കുകൾ മഹ്ദി റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ തങ്ങളെയും പേര് വെച്ച് നുണപ്രചരണങ്ങൾ ഉണ്ടാക്കിയത്. അതിൽ നബി തങ്ങൾക്ക് വേദനയുണ്ടായിട്ടുണ്ട്. മാസങ്ങളോളം നബി തങ്ങൾ വഹി വരാതെ വിഷമിച്ചിട്ടുണ്ട്. ആയിഷ ബീവിയുടെ വിഷയത്തിൽ പുണ്യ നബി തങ്ങൾക്ക് നിരപരാധിയാണെന്ന് വിശ്വസിക്കാനാണ് താല്പര്യം. എന്നാൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് പുണ്യ നബി ആയിഷ ബീവിയോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: യാ ആയിഷ, അല്ലയോ ആയിഷ, നിങ്ങളെക്കുറിച്ചും സഫ്വാൻ തങ്ങളെക്കുറിച്ചും എൻ്റെ ചെവിയിൽ കേൾക്കാനിടയായ ചില വർത്തമാനങ്ങളുണ്ട്. അതുകൊണ്ട് ആയിഷ, നിങ്ങൾ ചെറുപ്പക്കാരിയാണ്. സഫ്വാൻ എന്ന ഒരു പുരുഷനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരടുപ്പമോ ഒരു ബന്ധമോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തെറ്റു ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ ഒരു തോന്നൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ആയിഷ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണമേ, പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിയേക്കൂ. അങ്ങനെ ഒരു തോന്നൽ വരുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിക്കണേ ആയിഷ. അതല്ല, നിങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം അല്ലാഹു തെളിയിക്കുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവി സമാധാനിച്ചത്. അതുകൊണ്ടാണ് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇന്നത്തെ യുവതലമുറയും ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ബന്ധങ്ങളോ ഫ്രണ്ട്ഷിപ്പോ അതോ ഇതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവിന് ബോധ്യപ്പെട്ടു, ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടാൽ പരസ്പരം പഴിചാരുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിന്റെ മുമ്പ് അവർ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ ചെയ്യാൻ അവസരം ചെയ്തു കൊടുക്കണം. തൗബ ചെയ്ത് മടങ്ങാൻ അവസരം കൊടുക്കണം. തൗബ ചെയ്ത് മടങ്ങാനും ശുദ്ധീകരിച്ച് നന്നായി വരാനും താല്പര്യമില്ലെങ്കിലേ ഒരു വേർപാടിനെ കുറിച്ച്, ത്വലാഖിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ആലോചിക്കുക പോലും ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇസ്തിഗ്ഫാർ ചെയ്ത് ഒരു മനുഷ്യനെ കഴുകിയെടുക്കലാണ്, അവരുടെ അഭിമാനം സംരക്ഷിക്കലാണ് ഏറ്റവും ഉചിതം. ആയിഷ ബീവി പറയുന്നു, ഞാനെന്ന് കരഞ്ഞു ആ ദിവസം. എന്റെ കണ്ണുനീർ നിൽക്കുന്നില്ല. എനിക്ക് ശരിക്കൊരു ഉറക്കവും വരുന്നില്ല. പിറ്റേ ദിവസവും അതുപോലെ കരഞ്ഞു. ഉറക്കം വരുന്നില്ല, കണ്ണുനീർ നിൽക്കുന്നുമില്ല. എന്റെ ഉമ്മയും ഉപ്പയും വിചാരിച്ചു, ശ്രദ്ധിക്കുന്നവരും ഉമ്മയും വിചാരിച്ചു, അന്നൽ ബുകാഅ ഫാലിഖു കബിജി, ഈ കരച്ചിലിൽ ഞാനങ്ങ് മരിച്ചു പോകുമോ എന്ന് പേടിച്ചു. രണ്ടുപേരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ റസൂലിന് എൻ്റെ നിരപരാധിത്വം അല്ലാഹു അറിയിച്ചു കൊടുത്തില്ലല്ലോ എന്ന സങ്കടത്തിൽ. അപ്പോഴാണ് പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക ഇതിലുണ്ട്. ആയിഷ ബീവി പറയുന്നു, ഞാനങ്ങനെ സങ്കടപ്പെട്ട് കരയുമ്പോ അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണ് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു, സമ്മതം ചോദിച്ചു. വന്നോളൂ എന്ന് ഞാൻ സമ്മതം കൊടുത്തു. എന്റെ വിഷയം എന്താണെന്ന വിശദീകരണം പോലും ചോദിക്കാതെ എന്റെ കരച്ചില് കണ്ട് എന്റെ കൂടെ ഇരുന്ന് ആ സഹോദരി കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓർത്തെടുക്കുകയാണ്. ആ സങ്കടത്തിൽ കൂടെ കരഞ്ഞു. എന്തിനാണ് കരച്ചിലെന്നറിയില്ല. ആ കരച്ചിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സങ്കടം തീരണമെങ്കിൽ കൂടെ ഒന്ന് കരഞ്ഞു കൊടുത്താൽ മതിയെന്ന് ബീവിക്ക് തോന്നിയതാകാം. അൻസ്വാരിയച്ചായ മഹദി ആയിഷ ബീവിയുടെ കൂടെ കരഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് രംഗങ്ങൾ സ്വഹാബികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സുകളുടെ വേദനയെ ശമിപ്പിക്കലാണ്, മനസ്സുകൾക്ക് സമാധാനം നൽകലാണ്. സമാധാനം നൽകാൻ അല്ലാഹു നിശ്ചയിച്ച നബുവത്തിന്റെ ചില മൂല്യങ്ങളുടെ വഴികളാണ് നമ്മളിവിടെ കാണുന്നത്. സസൂക്ഷ്മം ഒന്ന് നോക്കൂ. ബദറിൽ 70ഓളം ചിറപ്പുള്ളികളെ യുദ്ധത്തടവുകാരെ പിടിച്ചുകൊണ്ടുവന്നപ്പോ
ആ യുദ്ധത്തടവുകാരെ എന്തു ചെയ്യണം എന്നൊരു ചർച്ച വിശുദ്ധരായ നബിതങ്ങൾ സ്വഹാബിമാരുമായി നടത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞു, ഉമർ എന്നവരും മറ്റൊരു അഭിപ്രായം പറഞ്ഞു. അതിങ്ങനെയായിരുന്നു. സിദ്ദീഖ് എന്നവർ പറഞ്ഞു, നബിയേ, യുദ്ധം നമ്മൾ ജയിച്ചു, യുദ്ധത്തിൽ പരാജയപ്പെട്ട ആളുകളെ നമ്മൾ അടിമകളായോ യുദ്ധ തടവുകാരായോ പിടിച്ചാൽ അവർക്ക് എന്തെങ്കിലും ഫിദിയ കൊടുത്ത്, റാൻസം കൊടുത്ത്, ഒരു തുക കൊടുത്ത് അവരുടെ ബന്ധുക്കൾ മോചിപ്പിക്കുകയാണെങ്കിൽ ദീനിന് അതൊരു വരുമാനമാണ്, സ്വഹാബിമാർക്ക് അതൊരു വരുമാനമാണ്. അതുകൊണ്ട് നബിയേ, അവരെ കൊല്ലരുത്, നമുക്കവരെ വെറുതെ വിടാം, അവരുടെ മോചനത്തിന് പകരം നമുക്കൊരു സംഖ്യ ഡിമാൻഡ് ചെയ്യാമെന്ന് റസൂലുള്ളാഹി തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളോട് ചോദിച്ചു. ഉമറേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ, മക്കയിൽ നിന്ന് മദീന വരെ, മദീനയുടെ അടുത്താണല്ലോ ബദർ, ബദർ വരെ നടന്നു വന്ന് നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നവരാണവർ. അവരെ എന്തിനാ വെറുതെ വിടുന്നത്? അവരെങ്ങാനും ജയിച്ചിരുന്നുവെങ്കിൽ നമ്മൾ അവർ കൊന്നുകളയില്ലയോ? അതുകൊണ്ട് അവര് വധിക്കപ്പെടാൻ മാത്രം ശിക്ഷ അർഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു ഫിദിയയും വാങ്ങി വിടേണ്ടവരല്ല അവരെ, നിഷ്കരുണം അവർക്ക് വധശിക്ഷ നൽകേണ്ടവരാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നാൽ കരുണയായിരുന്ന പുണ്യ നബിയുടെ മനസ്സ് സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായത്തിന്റെ കൂടെയായിരുന്നു. അങ്ങനെയാണ് ബദറിലെ 70ഓളം യുദ്ധത്തടവുകാർക്ക് മോചനം കൊടുത്ത് മോചിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതാ വഹി വരുന്നു നബി തങ്ങൾക്ക്, നബിയേ, ഹത്താ യുസ്ഖിന ഫിൽ അർള്, നബിയേ, വേണ്ടായിരുന്നു. ഉമർ എന്നവർ പറഞ്ഞ അഭിപ്രായമാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടത് എന്ന രീതിയിൽ ആയത്തിറങ്ങി. സിദ്ദീഖ് എന്നവർ പറഞ്ഞതല്ല വിഷയമെന്ന്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കയറി ചെല്ലുമ്പോ എന്റെ ഹബീബായ റസൂലും മഹാനായ സിദ്ദീഖ് എന്നവരും ബദറിൽ ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, നബിയേ, സിദ്ദീഖ് എന്നവരെ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഫഅതബാകാ മഅകുമാ, നിങ്ങളുടെ കൂടെ ഞാനും ഒന്ന് കരയാം. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? കാരണമെന്ന് പറഞ്ഞു തരുമോ? നിങ്ങളത് പറയില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് കരയാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങളുടെയും ഹബീബിന്റെയും കൂടെ ഇരുന്ന് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട്. എന്തിന്? ആ സങ്കടത്തിൽ പങ്കുചേരുകയായിരുന്നത്. ഒരാളുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണ്. ഹബീബിന് സങ്കടം തോന്നി, ഉമർ എന്നവരുടെ അഭിപ്രായം സ്വീകരിച്ചാൽ മതിയായിരുന്നു. അതായിരുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട അഭിപ്രായമെന്ന്, റബ്ബിന്റെ തീരുമാനം അതായിരുന്നുവെന്ന്. നോക്കണേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ വിഷയത്തിൽ എന്റെ കൂടെ കരയാൻ അൻസ്വാരിയായ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണിന്റെ കൂടെ വന്ന് കരഞ്ഞത് ഞാൻ ഓർക്കുന്നു, എനിക്ക് മറക്കാൻ കഴിയുന്നില്ലെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ഒരാളുടെ വിഷമത്തിൽ ആരും സന്തോഷിക്കരുത്. ഒരാളുടെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരുക, അവരുടെ കൂടെ ആശ്വസിപ്പിക്കുക, അവരുടെ മനസ്സിന് സമാധാനം നൽകുക. സന്തോഷം എന്നും ഉണ്ടാവില്ല. ദുഃഖങ്ങളും വിടപറയലുകളും മരണവും അസുഖങ്ങളുമെല്ലാം മനുഷ്യ ജീവിതത്തിൽ അല്ലാഹു നിശ്ചയിച്ചു വെച്ചതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഒരു മനസ്സാണ്, ഒരുമിച്ചാണ് നമ്മൾ ഒന്നാണ്.